എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ ബുർജി റെസിപ്പിയാണ് നോക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ പറ്റിയൊരു കറിയാണിത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല. 1-2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രം മതിയാവും. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് ഇട്ട് മൂപ്പിച്ചെടുക്കുവാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞിടുന്ന എല്ലാ ചേരുവകളും തന്നെ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഈ സവോളയിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുവിധം വഴന്ന് വന്നു കഴിയുമ്പം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സവോളയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുകയും ചെയ്യും. അപ്പം ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് അടുക്കി പിടിച്ച് സവോള ശരിക്കും വഴന്ന് വരാതിരിക്കും. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതാണ്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1/4 പകുതി എടുത്താൽ മതി. ഈ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പം ഞാനിവിടെ കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചിട്ടാണ് ഈ തക്കാളി വേവിച്ചെടുക്കുന്നത്. 1-2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് ചെറുതീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം കാച്ചിയ പാലുണ്ടല്ലോ, തിളപ്പിച്ചാറ്റിയ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ കയ്യിൽ പാല് ഇല്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് മൂടി വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാലയുടെ അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കം ആണ്. അപ്പം ക്യാപ്സിക്കം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പം എൻ്റെ കയ്യിലിവിടെ പല കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. അതൊരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കത്തിന് വലിയ വേവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പനീറും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. അത് കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. ആ പനീർ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പനീറും പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ തുറന്ന് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ പനീറൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി ഒന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇത്രയും മല്ലിയില ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ഉടനെ തന്നെ ഒരല്പം നാരങ്ങാ നീരും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂണോളമൊക്കെ നാരങ്ങാ നീര് ചേർത്ത് കൊടുത്താൽ മതിയാവും, ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഒത്തിരി നേരം കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണിത്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ഏറ്റവും നല്ല കോമ്പിനേഷൻ. നിങ്ങൾക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പം ഈ
നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ, താങ്ക് യു.